വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വപ്നത്തിന്റെ പ്രാർത്ഥനയുടെ തേരിലേറിയാണ് ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു എന്ന്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്ന സത്യം പറഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞ് വായം പൊളിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. പൊളിറ്റിക്സ് പരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഒരുത്തനെ ചവിട്ടി ഇട്ടും കൊണ്ട് വേറൊരുത്തെ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടമല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടും വേറെ പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കുറെ അതിജീവിതമാർ വന്നല്ലോ, നമുക്ക് അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ. അതിജീവിതമാർ വന്നെങ്കിലും ഈ അതിജീവിതമാർ കൊടുത്ത കേസുകളെല്ലാം അങ്ങോട്ട് ഉറക്കാത്തതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യവും കിട്ടി. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് രാഹുലുമായിട്ട് പരിപാടി, അങ്ങനെ പല രീതിയിലും പരിപാടികൾ ഗംഭീരമാക്കിയത് കൊണ്ടാണല്ലോ ജാമ്യം രാഹുലിന് കിട്ടിയത്. പരസ്പര ഇഷ്ടത്തോടെ ഇവിടെ പരിപാടി ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ രാഹുലിന് ജാമ്യവും കാര്യങ്ങളും കിട്ടി. അപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇൻസ്റ്റയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇരകളാക്കപ്പെട്ട പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇന്നലെ കണ്ട്. പക്ഷെ അതിന്റെ ഇടയിലും ഒരുത്ത കുണ്ടനാണെന്ന് തോന്നുന്നു, അവൻ അങ്ങ് കേറിയിട്ട് അങ്ങോട്ട് അടിച്ച് മാറ്റുകയാണ്. അയ്യോ അങ്ങനെ പറ്റത്തില്ല എന്ന്. അവന് തന്തയുണ്ടോന്ന് പോലും എനിക്കറിയാൻ പാടില്ല, സത്യം, സീരിയസ്ലി. എന്തായാലും ഒരു സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ വളരെയധികം അഭിമാനം തോന്നി. ഞാൻ ആ സ്ത്രീയായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ തന്നെ. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കും ഒരു ഗൂസ് ബം സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോലെയുള്ള ആണുങ്ങൾക്ക് നാളെ എതിരെ ഏതെങ്കിലും പെണ്ണുകൊണ്ട് ഒരു വ്യാജ പരാതി കൊടുത്താൽ നമ്മൾ കുടുങ്ങുന്ന അവസ്ഥയാണ്. നമ്മുടെ ഐഡന്റിറ്റി ഫുള്ള് പുറത്താകും, നമ്മൾ നാറും നത്തം കൊട്ടും, പിന്നെ നാളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കൂടി സഹായിക്കാൻ ആരും കാണൂല. അതായിരിക്കും ആണുങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. ആ പെൺകുട്ടി 24 മറ്റേ തമ്മിൽ ആ പ്രോഗ്രാമിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ട് നോക്കാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. എനിക്കൊരു മകളാണുള്ളത്. അപ്പൊ അവൾ എന്നോട്, എന്റെ മോൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാം, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അത് ചോദിച്ചു തുടങ്ങി. അവര് കാണിക്കുന്നത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക, പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. കറക്റ്റ് അല്ലേ? അതായത് വിവാഹ വാഗ്ദാനം നൽകി 10 പ്രാവശ്യം, ഈ 9ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് 10ാമത്തെ പ്രാവശ്യം ആയപ്പോഴാണ് ഈ സ്ത്രീക്ക് വെളിവിടുന്നത്. അയ്യോ ഞാൻ പീഡിപ്പിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ്, വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ പരിപാടി നടത്തിയിട്ട് പിന്നെ വന്നിട്ട് അത് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാവും. അതാണ് തന്തയില്ലായ്മ. ആ സ്ത്രീ ചെയ്യുന്നതാണ് തന്തയില്ലായ്മ. അവൾക്ക് പേര് അതിജീവിതയും, അവളെ ഈ സമൂഹം വാഴ്ത്തപ്പെടുകയും അവൻ വെറും കാവറക്കി എന്ന് പറഞ്ഞ് അവനെ ചവിട്ടിത്താഴ്ത്തും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അതുപോലെ തന്നെയാണ്. അത് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. അവന്റെ താന്തയ്ക്ക് വലിച്ചു കീറി ഒട്ടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ പരസ്പര ഇഷ്ടത്തോടെ 10 പ്രാവശ്യം പരിപാടിയും ചെയ്തിട്ട് 11ാമത്തെ പ്രാവശ്യം വന്നിട്ട് പറയാം അയ്യോ ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിന്റെ ലൈഫ് അവിടെ സ്പോയിലാവുകയാണ്. എന്നാൽ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇപ്പുറത്ത് വേറൊരു അണ്ണാച്ചി കുഞ്ഞനാണെന്നാണ് തോന്നുന്നത്, പറഞ്ഞത് കേൾക്കാം. താനൊക്കെ എവിടത്തെ കുണ്ണനാടോ? തനിക്കൊക്കെ തന്തയുണ്ടോടോ? തന്തയില്ലാത്തവന് തന്റെ തന്തയുടെ ഫോട്ടോ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ താനൊക്കെ എന്ത് ചെയ്യും? എന്തായാലും താനിത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, തനിക്ക് പെണ്ണേ ഇല്ല, താൻ മറ്റതാ. അത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. എന്തായാലും താനൊരു കില്ലാടിയാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെയൊക്കെ പോലുള്ളവന്മാർ കാരണമാണ് ഈ നാട് ഗുണം പിടിക്കാത്ത. ഒരു പുരുഷന്റെ പേരിൽ ഒരു സ്ത്രീ കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ താനൊക്കെ ഏത് കോണത്തിലവനാ? തന്നെയൊക്കെ ആരാടോ ആ പരിപാടി പിടിച്ചിരുത്തിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. തന്നെയൊക്കെ പോലുള്ള വൃത്തികെട്ടവന്മാർ കാരണമാണ് ഈ നാട് നന്നാവത്തെ. പുരുഷന് നഷ്ടപ്പെടാനൊന്നുമില്ലേ, പിന്നെ അവന് ലൈഫ് ഉണ്ടോ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്താൽ തന്നെ പൊളിറ്റിക്സിൽ കരിയർ പോയി നിൽക്കുകയാണ്. പക്ഷെ കൂടെയുള്ള ബാക്കി VD സതീശൻ സാർ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ടുണ്ട്. പക്ഷെ അവർക്ക് പുറമെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ VD സതീശൻ സാറായാലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ബാക്കി പലരുമായിട്ടൊക്കെ കോൺടാക്റ്റുകൾ ഉണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും. എന്തിന് ഇടയ്ക്ക് MLA അനിൽകുമാറിന്റെ മകന്റെ കല്യാണത്തിന് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം വന്നിട്ടുണ്ട്. എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷെ പുറമെ അവർക്ക് പാർട്ടിയിൽ നിന്ന് സപ്പോർട്ട് കൊടുത്ത് പാർട്ടിയിലോട്ട് സീറ്റ് കൊടുത്ത് നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുമാരുടെ കണ്ടങ്കാളികളുടെ ഓരോ എണ്ണത്തിന്റെ വ്യാജ പരാതികൾ.
ഈ വ്യാജ പരാതികൾ കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ തന്നെ ഫ്ലോപ്പായത്. നിങ്ങൾ ആലോചിച്ചു, ഐഡന്റിറ്റി പുറത്ത് വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ ഫ്ലോപ്പായി, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ജനങ്ങൾ മനസ്സിലാക്കി രാഹുൽ നിരപരാധിയാണെന്ന്. അതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ സപ്പോർട്ട് രാഹുലിന് കിട്ടിയത്. ഇപ്പൊ തന്നെ കല്യാണത്തിന് അവിടെ വന്ന സമയത്ത് രാഹുലിന് ആൾക്കാർ ചേർത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ റിനി സത്യപ്രജ്ഞയുടെ അന്ന് അവിടെ എത്തിയപ്പോ കൂവിത്തള്ളി ഓട്ടിച്ചു വിട്ട് നാണം കെട്ട് നാറി തൊലി ഉരിഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. ആര്? റിനി. അതൊക്കെയാണ് സൂപ്പർ. എന്തായാലും പറ. ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒന്നും ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നു. ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴേ ഞാൻ കള്ള കേസാണ് കൊടുത്തെന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര ട്രോമ തിരിച്ചിടാൻ പറ്റില്ല. അതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെയും ഫേസ് കാണിക്കണം. അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിഞ്ഞവരെ കാണിക്കാൻ പാടില്ല. എന്റെ മോനെ തീയായിട്ട ചേച്ചി പോളി. ഞാൻ പേഴ്സണലി സംസാരിച്ചു, ഞാൻ ഫാനായിപ്പോയി, ഇവരുടെ ഫാനായിപ്പോയി. ഞാൻ സീരിയസ്ലി പറഞ്ഞു, ഞാൻ ഫാനായിപ്പോയി. കാരണം പറയുന്ന കാര്യങ്ങൾ അത്രയും വാലിഡ് പോയിന്റ്സ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യം എനിക്കും ഉണ്ട്. നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ചേച്ചിയെങ്കിലും വന്നല്ല. ആ സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും പൊളിച്ച് അണ്ണനെ അടിച്ച് അണ്ണാക്കി കൊടുത്തത്. അവന് വിവരം ബോധം പൊക്കണമെന്നില്ല. എവിടെ മറ്റേ കടവരാന്തല് ബീഡിയും വലിച്ചുകൊണ്ടിരുന്നവനെ പിടിച്ചോണ്ട് അകത്തിരുത്തിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതോ മലരെ. അല്ലാണ്ട് ഇവനെയൊക്കെ എന്ത് പറയാം. ഇന്ന് നമ്മുടെ സതീഷ് സാറുണ്ടല്ലോ, പി ഡി സതീശൻ സാർ. അപ്പോൾ സതീഷ് സാറ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ, ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാമിൽ ഒരു അമ്മച്ചി വരുന്ന സമയത്ത് ആ അമ്മച്ചി കെയർ ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കെ. അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒരു അമ്മ അവിടെ വരുന്നുണ്ട്. അവരാണെങ്കിൽ നല്ല പ്രായമുണ്ട് കേട്ടോ. അവർ നടന്നു പോകുന്നുണ്ട്. അവർക്ക് അവിടെ എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ക്രിയേറ്റഡ് ആണ് അല്ലെങ്കിൽ അഭിനയമാണ്. എന്ത് തേങ്ങ വേണോ പറഞ്ഞു. ഓക്കെ, അഭിനയം ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം ചെയ്യുന്നില്ലേ? അഭിനയമാണെങ്കിലും അത് ചെയ്യുന്നില്ലേ? 10 ആള് കാണുമെങ്കിലും ചെയ്യുന്നില്ലേ? നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണെങ്കിലോ ഈ സെറ്റപ്പാ. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞ, അമ്മച്ചിക്ക് ഒരു കസേര എടുത്തിട്ടോട് പോലീസുകാരെ വന്ന് ചിരിച്ചുകൊണ്ട് എടുത്തിരുന്നു. നല്ലൊരു മൊമെന്റാ അത്. ഏതോ ഒരു ഓൺലൈൻ മീഡിയ, നീലക്കുലാണ് കേട്ടോ, ഓൺലൈൻ മീഡിയ അതിനെ കറക്റ്റായിട്ട് ഒപ്പി എടുത്തിട്ടുമുണ്ട്. ഓക്കെ, ഇരിക്കാൻ പറയുന്നുണ്ട്. അഭിനയമാണെങ്കിലും ജയിച്ചില്ലേ? അഭിനയമാണെങ്കിലും അത് കലക്കലല്ലേ? അഭിനയിച്ചോട്ടെ. അഭിനയിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിക്കെങ്കിലും. അതുകൊണ്ട് മുൻ മുഖ്യമന്ത്രി മൂട് താങ്ങി ഇപ്പോഴത്തെ ആളുടെ കുറ്റം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന്. എനിക്കൊരു പാർട്ടിയില്ല. ഞാൻ നല്ലത് കണ്ടോ നല്ലതെന്ന് പറയും. അഭിനയമാണെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടി. ചിരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ കഴുത്തറക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഇപ്പം എന്തായാലും ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നല്ല കാര്യം. ഇനി വേറെ ആ അമ്മ ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കടവുള അതാ സീൻ മതിയടോ. ഇത് അഭിനയമായിക്കോട്ടെ. ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആവശ്യം. അഭിനയമാണെങ്കിലും ഓക്കെ, ഇങ്ങനെയെങ്കിലും അങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ. വേറെ പലരും ഉണ്ട് അഭിനയിക്കാൻ പോലും അറിഞ്ഞുകൂടാതിരിക്കുന്നവര്. ലാലേട്ടനും ഉണ്ട്. അതാ ലാലേട്ടനും ഹഗ് ചെയ്ത് അടിപൊളി വീഡിയോ, നൈസ് വീഡിയോ. നല്ല പ്രായമുണ്ട് കേട്ടോ അവർക്ക്. കണ്ടപ്പോ കണ്ണ് നിറഞ്ഞതാണോ ഒരു ഉള്ളിന്നൊരു ഫീല് ഈ വീഡിയോ കണ്ട സമയത്ത്. ആ BGM, ആ സോങ് ഞാൻ അതിന്റെ ഇവിടെ കോപ്പിറൈറ്റ് അടിക്കുക, അതുകൊണ്ടാണ് വയ്ക്കാത്ത. ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫീലുണ്ട്. അടിപൊളിയാ. എന്തായാലും സൂപ്പർ വീഡിയോ ആയിരുന്നു. ഇനി ലാലേട്ടന്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെ കുറിച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ ഒരിടത്ത് വായിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. സത്യം, കറക്റ്റാ. ഇത് റോഡ് അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വളരെയധികം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴപ്പ് കാണിച്ചിട്ട് പോകുന്ന അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓവർ സ്പീഡ് കാര്യങ്ങൾ എന്നെ തന്നെ ഞാൻ എടുക്കാം. ഓക്കെ, അതൊരു കാലം. ഓക്കെ, അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ കുഴിയിൽ വീഴുന്നിട്ടും ഈ ഹമ്പ് അവിടെ ഇവിടെയൊക്കെ ചാടിയിട്ടും ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രോപ്പറായിട്ട്
റോഡ് കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ അതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് റോഡിൻ്റെ കുഴി കാര്യങ്ങളൊക്കെ നികത്തി നല്ല പെർഫെക്റ്റ് റോഡ്. നമ്മുടെ കേരളം 5 വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആരുടെ കയ്യിൽ? കോൺഗ്രസ്സുകാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഭരിച്ച് സെറ്റാക്കി തരണം. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള 5, 10, 15, 20 വർഷം അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ ഭരിക്കാം. ഉള്ള കാര്യം പറയാം. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ടിടും. കാരണം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ. അല്ലാതെ അമിക്ക് തൂറിയ പിണ്ടം പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഭരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു പോകത്തില്ല. എന്തായാലും ലാലേട്ടൻ പറ. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് ഒതുങ്ങി ജീവിതം തകർന്ന് കഴിയുന്നവർ. ഈ 2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എൻ്റെ ആകുലതകളായി വെക്കുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും. മറ്റൊന്ന് മയക്കുമരുന്നാണ്. നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അതും കൂടി. അതായത് റോഡ് നന്നാക്കണം, പിന്നെ മോഡിഫിക്കേഷൻ വേണ്ടല്ലോ, മറക്കണ്ട. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡ്രഗ്സ്, മാലിന്യം, ഇതെല്ലാം തുടച്ചു മാറ്റി ഒരു പെർഫെക്റ്റ് കേരളമാക്കി കയ്യിലിങ്ങോട്ട് തിരിച്ചിനി അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ ഭരണം കിട്ടും. ഉള്ള കാര്യമാണ് പറയുന്നത്, സത്യം. ബാക്കി ഒരു ദേശത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ത് പറയണം എന്ന് എനിക്കൊരു കൃത്യമായ ഒരു രൂപമില്ല. എന്നാലും ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിനിപ്പോൾ അറിയുന്നുണ്ടാവാം. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം. ഇതിനപ്പുറം എന്താ അംഗീകാരം വേണം നമ്മുടെ സതീശൻ സാറിന്, അല്ലേ? ലാലേട്ടൻ വന്നിട്ട് അമ്മാതിരി ലെവലല്ലേ അടിച്ച് ഗൂസ് ബമ്പ് അടിച്ച് പൊക്കി വിടുന്നത്. സൂപ്പർ, കലക്കി. കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പരവൂരിന് മാത്രമല്ല കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ VD സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമർ ആവാതെ തരമില്ല. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യം. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി നമ്മളെ സതീശൻ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വപ്നത്തിന്റെ പ്രാർത്ഥനയുടെ തേരിലേറിയാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. രാഷ്ട്രീയം മറന്നു, ജാതിമത പരിഗണനകൾ മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ നേരുന്ന, പള്ളികളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ, ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാന ഭാരത്താൽ തല കുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാന ഭാരത്താൽ തല കുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല.
നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പത്രാസിന്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഈ പറയുന്ന പോലൊക്കെ നടന്ന് മുന്നോട്ട് നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന സപ്പോർട്ട് മാസീവ് ആയിരിക്കും, വേറെ ലെവലായിരിക്കും. എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടമില്ലേ, അങ്ങനെയും കൊണ്ടുവരണം. കാരണം ഇവളുമാർ ഈ വ്യാജ പരാതികൾ കൊടുത്ത കുറെ കഴിപ്പണം കണ്ട സാധനങ്ങളുണ്ട്. അതിനൊക്കെ ഒരു തിരിച്ചടിയും കൂടി ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊളിറ്റിക്സിലേക്കുള്ള തിരിച്ചുള്ള എൻട്രി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുലിനെ രാഹുലിനെ തകർത്തുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്ലാനിങ് ആയിരുന്നു. അതെല്ലാം ഒരു ഹരിവയെ കൂടി അടിച്ചൊടിഞ്ഞ് അങ്ങ് വിഴുന്നെന്ന് തന്നെ പറയേണ്ടി വരും. രാഹുലിനെ തകർത്ത് നൈസായിട്ട് കോൺഗ്രസിന് ചീത്തപ്പേരുണ്ടാക്കാം. അങ്ങനെ പാർട്ടി രാഹുലിനെ പുറത്താക്കിയെങ്കിലും ഞാൻ പറയുന്നത് തിരിച്ചു കയറ്റി രാഹുലിന് വൻ വരവേൽപ്പോടെ തിരിച്ചു കയറ്റണം. എങ്കിലേ ഈ വ്യാജ പരാതി കൊടുക്കുന്ന ഇവളുമാർക്കും കൂടി ഒരു തിരിച്ചടി കിട്ടത്തുള്ളൂ. എനിക്ക് ഇതിന്റെ ഇടയിൽ അത് പറയണമെന്ന് തോന്നി. ഓക്കെ, സാറ് പറഞ്ഞാട്ടെ. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ ഈ മനോഹരമായ അറബിക്കടൽ, ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. ഈ തുറമുഖമാകുമ്പോൾ അതിൻ്റെതായ നെഗറ്റീവുകളും വിഷയമുണ്ട്. നോക്കാതെ ഇനി നമ്മുടെ മമ്മൂക്ക കുറച്ച് കാര്യങ്ങൾ വേറൊരു പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞാന് 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാ ജനങ്ങളെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. മന്ത്രിമാരെ നിയന്ത്രിക്കുകയും മന്ത്രിമാരുടെ നേതൃത്വം വഹിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ്. ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും ചുമതല ഇനി മുഖ്യമന്ത്രിക്കാണ്. ഇത് വളരെ നീതിപൂർവം നിർവഹിക്കേണ്ട വരും കാലങ്ങളിലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയും ഇതിലോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹപൂർവം നീതിപൂർവം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അടിപൊളി. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. നമ്മുടെ പിണ സാറിന് ഇതുപോലത്തെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് മറ്റേ വീഡിയോ കേട്ടോ, നേരത്തെ കൊടുത്ത മുറയിന്നെ പാരമ്മ. അയ്യോ, ഇത് സീൻ വീഡിയോ കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് മക്കളെ മുഖ്യമന്ത്രി. അല്ലാതെ അമക്കിത്തൂറെ പിണ്ടം പോലെ ഇരിക്കുന്നവരല്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആവശ്യം. അല്ലാതെ നമ്മളെന്തോ വലിയ സംഭവമാണ്, നമ്മൾ പറയുന്നതാണ് ഇവിടുത്തെ രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇവിടെ ആട്ടും തൊഴിയും മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഏറിപ്പോയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. റിനിയെ പോലുള്ളതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയും കൂടി ആവട്ടെ ഈ ഒരു ഭരണം.
എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ദയവ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളെ പാർട്ടിയിൽ തിരിച്ച് അംഗമാക്കണം, തിരിച്ച് കയറ്റണം, നിങ്ങളെ കൂടെ നിർത്തണം, ചേർത്ത് നിർത്തണം. നാളെ ഒരു പുരുഷന്മാർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കട്ടെ. കാരണം പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്യുന്ന പരിപാടി പിന്നെ ഒരു ഇതായിട്ട് മാറുന്നു. അത് അവളുമാരെ ഒരു പ്രിവിലേജ് ആക്കി യൂസ് ചെയ്ത് അവനെ മാത്രം ഐഡന്റിറ്റി പുറത്ത് വിട്ടുകൊണ്ട് പുരുഷന്റെ ജീവിതം നശിപ്പിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാധനത്തിന് നല്ല ഒന്നാം തരം ഒരു തിരിച്ചടി ആവട്ടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടി കൊണ്ടുവരികയും നിങ്ങൾ ഇപ്പം അണിയറയിൽ കൂടി കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് പാർട്ടിയിൽ കയറ്റി നിർത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ MLA ആയിട്ട് അന്ന് മത്സരിക്കാൻ നിർത്തിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കപ്പടിച്ചതിനെ ഉള്ള കാര്യം പറയാം, സീറ്റ് കൊണ്ട് പോയാന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടക്കാൻ പാടില്ലാത്തൊക്കെ നടന്നു. ഓരോരുത്തർ കാരണം അവന്റെ ലൈഫിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ടുകൊടുത്തു. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട്. റിനി എന്ന് പറയുന്നവളൊക്കെ രാഹുലിനെതിരെ ഓരോ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നു. അവള് സിനിമയിലുണ്ട് മറ്റേതുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കുറെ പാർട്ടിക്കാരന്മാരെ കൂടെ വന്ന് കുറെ ഫോട്ടോസും എടുത്ത് നാളെ അവന്മാരുടെ ലൈഫിനടക്കം തുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ഒരുത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കൂവാൻ ആരും ഇല്ലായിരുന്നു. എന്തായാലും കൂവൽ മൊത്തം കിട്ടിയത് റിനി ചേച്ചിക്കായിരുന്നു. ചേച്ചി ഇഷ്ടപ്പെട്ട ആ കൂവലൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തില്ലേ? നാട്ടുകാർ മൊത്തം കൂവി ഓട്ടിച്ചില്ലേ? അതുപോലെ ഇനിയും നിന്നെയൊക്കെ പോലുള്ളതിനെ കൂവി ഓട്ടിക്കണം. ചെളി വാരി എറിയേണ്ടതിനെ ചെളി വാരി എറിയണം, ചാണകം വാരി എറിയേണ്ട ചാണം വാരി എറിയണം, നാട് കിടത്തേണ്ടതിന് നാട് കിടത്തണം. ഓരോ പെണ്ണുങ്ങൾ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ പലതും ചെയ്ത് പിന്നെ വന്നിട്ട് പുരുഷന്മാർക്കിട്ടുണ്ടാക്കണം. അത് സക്കല്ല അടി സക്ക.